കാഴ്ചക്ക് അഭംഗിയുണ്ടാകുന്ന അവസ്ഥ മാറാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കണ്ണ് അടക്കാൻ വേണ്ടി നബി തിരുമേനി പഠിപ്പിക്കുന്നു. ഇത് മരണാനന്തരം ചെയ്യുന്ന പ്രഥമമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ മയ്യത്തിന്റെ കണ്ണ് ഈ വിധത്തിൽ തുറന്നു കിടക്കും. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കണ്ണ് അടക്കുകയാണ് ആദ്യത്തെ കാര്യം. മാത്രമല്ല, ഈ ഹദീസിൽ കാണാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അടച്ചുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയും ഉണ്ടായി. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ. പടച്ചവനെ, അബൂ സലമാക്ക് നീ പുറത്തു കൊടുക്കണം, അദ്ദേഹത്തിന് ഉന്നതമായ പദവിയിലേക്ക് നീ എത്തിക്കണം. തുടർന്നുകൊണ്ട് ഖബർ ജീവിതം സന്തോഷമാക്കി കൊടുക്കാനും ഖബർ വിശാലമാക്കാനും ഖബറിൽ അബൂ സലമാക്ക് പ്രകാശപൂരിതമാക്കി കൊടുക്കണം. വനവ്വിറുഹു ലഹു എന്ന് വരെ നബി തിരുമേനി ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായ സംഭവം ഹദീസിൽ കാണാവുന്നതാണ്. ഈ അടിസ്ഥാനത്തിലാണ് ഫുഖഹാ ഈ പ്രാർത്ഥന ഇന്ന് നാം കണ്ണടക്കുന്ന മയ്യത്തുകൾക്ക് വേണ്ടിയും നിർവഹിക്കൽ സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തിയതും കാണാം. അങ്ങനെ കണ്ണടച്ചു കഴിഞ്ഞു. ഇനി മയ്യത്തിൽ കാണിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, മരിച്ചു കഴിയുമ്പോൾ മയ്യത്തിന്റെ വായ തുറന്നു കൊടുക്കും. അഥവാ നേരത്തെ മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ തുറന്ന സ്ഥിതിയിലോ അല്ലെങ്കിൽ മരണത്തോടുകൂടിയോ വായ തുറന്നു കിടക്കും. ഇത് എത്രയും പെട്ടെന്ന് പൂട്ടുകയും അത് ഇനി തുറക്കാതിരിക്കാൻ വേണ്ടി അല്പം വീതിയുള്ള ഒരു കഷ്ണം തുണി കൊണ്ട് ഭദ്രമായി കെട്ടിവെക്കുകയും വേണം. തുറന്നു കിടക്കുന്ന വായയിലേക്ക് വല്ല പ്രാണികളും മറ്റും കടക്കാൻ സാധ്യതയുണ്ട്. കാണുന്നതും അത്ര രസകരമല്ലല്ലോ. ഇതിനു വേണ്ടി താടി കെട്ടുകയാണ് ഇനി വേണ്ടുന്ന കാര്യം. അപ്പോൾ മയ്യത്തിന്റെ വായ സ്വാഭാവികമായും തുറന്നു കിടക്കും. അത് വീതിയുള്ള ഒരു കഷ്ണം കൊണ്ട് ഈ വിധത്തിൽ വായ പൂടുന്ന വിധത്തിൽ കെട്ടിവെക്കും. ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇനി അകത്തേക്ക് വല്ല പ്രാണികൾ കടക്കുന്ന വിഷയമോ കാണുന്നതിനുള്ള ആ അസുഖകരമായ അവസ്ഥയോ ഇനി ഉണ്ടാവില്ല. കണ്ണടച്ചു, താടി കെട്ടി. മരിക്കുന്നതോടുകൂടി ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും നീങ്ങി. ഈ ശരീരം തണുത്ത് ഉറച്ചു പോയാൽ പിന്നെ നമുക്കൊന്ന് ഇളക്കാനോ തിരിക്കാനോ അതിൻ്റെ സന്ധികളൊന്ന് മാറ്റിവെക്കാനോ നോക്കിയാൽ പ്രയാസമായിരിക്കും. ഇതിനു വേണ്ടി ലുയ്യിനത്തും മഫാസിലുഹു, മയ്യത്തിന്റെ സന്ധികൾ, പേശികൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. വരലുകൾ, അതുപോലെ തന്നെ കയ്യിൻ്റെ പടം ഒന്ന് നിർത്തി മടക്കി വെച്ചുകൊണ്ടും പിന്നെ കയ്യിൻ്റെ മുട്ട് മേൽപോട്ടും താഴോട്ടും ഒന്ന് ഇളക്കിക്കൊണ്ടും അതുപോലെ കക്ഷത്തിൽ ആ സന്ധിയും ഇളക്കി ഇതുപോലെ മറ്റേ കൈയും. ഇനി കാലിൻ്റെ അടുത്ത് വരുമ്പോൾ കാലിൻ്റെ വിരലുകളൊക്കെ ഒന്ന് ഇളക്കി കാലിൻ്റെ ആ കിണുപ്പും സന്ധിയും ഇളക്കി കൊടുത്ത് കാലിൻ്റെ മുട്ടുഭാഗം മേൽപോട്ടും താഴ്പോട്ടുമായിട്ട് 1, 2, 3 പ്രാവശ്യം ഇളക്കി ഇങ്ങനെ ഓരോ സന്ധികളും കാല് അരഭാഗത്തേക്ക് മടക്കി താഴ്ത്തി അങ്ങനെ ഒന്ന് കാണിച്ചാൽ ഈ സന്ധികളൊക്കെ ഇപ്പം ലളിതമായി അനായാസം പിന്നീട് ആവശ്യം വരുമ്പോൾ അത് മടക്കാനും നൂർത്താനും കഴിയും. ഇതിനു വേണ്ടി സന്ധികൾ മടക്കുകയും നൂർത്തുകയും ചെയ്യൽ ശേഷം ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ്. കഴിഞ്ഞു. ഇനി കാല് അത് വീണു പോകാതിരിക്കാൻ വേണ്ടി 2 വിരലുകൾ പരസ്പരം കൂട്ടി ബന്ധിച്ച് വെക്കും. ഇതുപോലെ തന്നെ മരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതെന്തൊക്കെയായാലും മാറ്റിക്കൊടുക്കുകയും വലിയൊരു തുണി കൊണ്ട് ആ മയ്യത്തിനെ മൂടിക്കൊടുക്കുകയും വേണം. മരിക്കുന്ന സന്ദർഭത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ അതെങ്ങനെ അഴിച്ചു മാറ്റും? അതൊന്നും വലിയൊരു വിഷയമല്ല. നമുക്ക് ഷർട്ടാണ്, അതല്ല പാൻസാണ്, എന്താണോ ധരിച്ചിരിക്കുന്ന വസ്ത്രം അടിഭാഗത്തിൽ കൂടി കൈവച്ച് അഴിച്ചു മാറ്റാൻ പറ്റുന്നത് അഴിച്ചു മാറ്റുകയും, അഴിക്കൽ കൊണ്ട് മയ്യത്തിന്റെ ശരീരത്തിന് പ്രയാസമുണ്ട് അല്ലെങ്കിൽ അഴിച്ചെടുക്കൽ പ്രായോഗികമായ വിഷമമുണ്ട് എങ്കിൽ കത്രികയോ മറ്റോ ഉപയോഗിച്ചിട്ട് അത് വെട്ടിമാറ്റുകയും ചെയ്യാവുന്നതാണ്. ആ നിലക്ക് മയ്യത്ത് മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പൂർണ്ണമായി നീക്കുക. പരമാവധി സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തിലേക്ക് നോക്കുന്നത് ഒട്ടും ശരിയല്ല. നോട്ടം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തികളാണ് ഉണ്ടാവേണ്ടത്. ഔറത്തായ ഭാഗം ഒരു കാരണവശാലും നോക്കാൻ പാടില്ല. ഇനി ഔറത്തല്ലെങ്കിൽ തന്നെ നോക്കൽ അത്യാവശ്യമല്ലെങ്കിൽ അത് കറാഹത്താണ്, അഥവാ ഒഴിവാക്കേണ്ടതാണെന്നർത്ഥം. ഇങ്ങനെ നോക്കൽ ഒഴിവാക്കി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. അനിവാര്യ ഘട്ടത്തിൽ ആവുന്നതിന് വിരോധമില്ല. ഈ വിധത്തിൽ
നേരത്തെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു വീതിയുള്ള നീളമുള്ള ശരീരം മുഴുവനും മറയുന്ന വിധമുള്ള ഒരു തുണി കൊണ്ട് ആ മയ്യത്തിനെ മറച്ചു. മയ്യത്തിനെ മറക്കുമ്പോൾ താഴ്ഭാഗം കാലിൻ്റെ ഇടയിലും മേൽഭാഗം തലയുടെ താഴ്ഭാഗത്തുമായിട്ട് പൂർണ്ണമായും മറച്ചിരിക്കുക. ഇതാണ് അതിൻ്റെ ശരിയായ രൂപം, തലന്റെ ചുവട്ടിൽ വെച്ചിട്ട്. ഇങ്ങനെ ആയിരിക്കും മയ്യത്തിൻ്റെ കിടപ്പ്. മയ്യത്തിനെ പൂർണ്ണമായും മറയുന്ന വിധത്തിൽ മൂടി വെച്ചു. ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, മയ്യത്തിൻ്റെ മുഖവും ഉള്ളംകാലും കിബിലയിലേക്ക് വരുന്ന വിധത്തിലായിരിക്കണം മയ്യത്ത് കിടക്കുന്നത്. അതിനുവേണ്ടി തലയുടെ താഴ്ഭാഗത്ത് ഒരു ചെറിയ കനമുള്ള വസ്തു എന്തെങ്കിലും വെച്ച് കൊടുത്തെങ്കിലേ ഈ മുഖം കിബിലയിലേക്ക് വരികയുള്ളൂ. പല ഭാഗത്തും മയ്യത്ത് മലർന്ന് കിടക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇതല്ല ശരിയായ രൂപം. മുഖം കിബിലയിലേക്കായിരിക്കണം. ഇതിനു വേണ്ടി തലക്ക് താഴെ എന്തെങ്കിലും ഒരു ഉയരമുള്ള ഒരു ചെറിയ വസ്തു വെച്ച് കൊടുക്കൽ ആവശ്യമാണ്. ഇതുപോലെ തന്നെ മയ്യത്തിൻ്റെ വയറ് വീർക്കാതിരിക്കാൻ നമ്മൾ വിരിച്ച തുണിയുടെ മുകളിലായാലും അതിൻ്റെ താഴ്ഭാഗത്തായാലും വിരോധമില്ല. അല്പം ഭാരമുള്ളൊരു വസ്തു. പെട്ടെന്ന് മയ്യത്തിൻ്റെ വയറ് വീർത്ത് പൊന്തി വൃത്തികേട് കാണാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇതേപോലെ ഒരു അല്പം ഭാരമുള്ള സാധനം ഫുഖഹാ ഇരുമ്പ് വസ്തുക്കളോ കനമുള്ള വസ്തുക്കളോ വെക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതും വെച്ചിരിക്കൽ